നമസ്കാരം, ഏവർക്കും നവരസ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആദർശ് മൈത്രി ദാനശീലൻ. ഇന്നലെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് വലിയൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ T20 വേൾഡ് കപ്പാണ് നമ്മൾ നേടിയിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം സഞ്ജു സാംസണാണ്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇത്രയേറെ തഴയപ്പെട്ട, ഇത്രയേറെ അവഗണിക്കപ്പെട്ട ഒരു ക്രിക്കറ്റർ ലോക ചരിത്രത്തിൽ തന്നെ ഇല്ലെന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അദ്ദേഹം 2013 IPL കളിക്കുമ്പോൾ തൊട്ട് നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് എന്ന് പറയുന്നത്. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ് സഞ്ജു. പക്ഷേ പലപ്പോഴും ഒരുപാട് ലോബികളുടെയും മാഫിയകളുടെയും ഒക്കെ ശ്രമത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം അവഗണിക്കപ്പെട്ടു, തഴയപ്പെട്ടു. 2015 സഞ്ജു സാംസൺ ആദ്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്നത്. ഒരു T20 മാച്ചായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ലൈവായിട്ട് കണ്ട കളിയാണ്. സിംബാബ്വെക്കെതിരായിരുന്നു ആ ഒരു മാച്ച്. അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷം 2020 അദ്ദേഹം തിരിച്ചു വന്നത്. അപ്പോഴും അദ്ദേഹത്തിന് സ്കോർ ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് എപ്പോഴും പ്രഷറാണ്, ടീം പ്രഷറാണ്. കാരണം ഒരു കളി അദ്ദേഹം കളിച്ചില്ലെങ്കിൽ അപ്പോൾ ടീമിൻ്റെ വെളിയിലാണ്. മറ്റ് പലരെയും ടീം ബാക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ബാക്ക് ചെയ്തിട്ടില്ല. ഒരിക്കലും അദ്ദേഹത്തിന് ബാക്കപ്പ് ചെയ്തിട്ടില്ല. ഇപ്പോൾ KL രാഹുൽ ആയാലും മറ്റ് കളിക്കാരായാലും ഋഷഭ് പന്ത് ആയാലും എത്രയോ കളികൾ അവർ തുടർച്ചയായിട്ട് പരാജയപ്പെട്ടു. അപ്പോൾ പോലും അവർക്ക് ബാക്കിംഗ് ഉണ്ടായിരുന്നു. ഒരു കളി പരാജയപ്പെട്ടാൽ അവർക്ക് അടുത്ത കളി തിരിച്ചു വരാനായിട്ട് BCCI കൊടുക്കും, അല്ലെങ്കിൽ ക്യാപ്റ്റൻ കൊടുക്കും. അങ്ങനെ എത്രയോ കളികൾ അവർ കളിച്ചിരിക്കുന്നു. പക്ഷേ സഞ്ജു സാംസന്റെ കാര്യത്തിൽ സ്ഥിതി വ്യത്യസ്തമായിരുന്നു. ഒരു കളി അദ്ദേഹം തോറ്റുപോയാൽ, ഒരു കളി അദ്ദേഹം കളിക്കാതിരുന്ന ആ സമയം അദ്ദേഹം ടീമിൻ്റെ വെളിയിലാണ്. അപ്പോൾ അത്രത്തോളം പ്രഷറിലൂടെയാണ് അദ്ദേഹം കളിച്ചിരുന്നത്. അതിൻ്റെ പല കളികളും കാണുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ബോഡി ലാംഗ്വേജ്. IPL അദ്ദേഹം കളിക്കുന്നത് വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ്. പക്ഷേ ഇന്റർനാഷണൽ ക്രിക്കറ്റിലോട്ട് വരുമ്പോൾ ചില കളികളൊക്കെ അദ്ദേഹം കളിക്കുന്ന കാണുമ്പോൾ പേടിച്ചാണ് കളിക്കുന്നത് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വേറൊന്നുമല്ല, അദ്ദേഹം ടീമിൻ്റെ ഔട്ട് ആവുമല്ലോ, ഈ കളി ഞാൻ കളിച്ചിട്ട് ടീമിൽ പുറത്താവുമല്ലോ എന്നുള്ള ഭയമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. പക്ഷേ സ്ഥിതിഗതികൾ മാറി. അദ്ദേഹം ഇപ്പോൾ മിന്നുന്ന ഫോമിലാണ്. നമുക്കറിയാം വേൾഡ് കപ്പിൽ അദ്ദേഹം വളരെ മിന്നുന്ന ഫോമിലാണ്. 2-3 മാച്ചസ് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയില്ല, ടീമിൻ്റെ വെളിയിലായിരുന്നു. അതിന് മുന്നുള്ള ന്യൂസിലൻഡ് സീരീസിൽ ഞാൻ പറഞ്ഞ പോലെ ടീമിൽ നിന്ന് വെളിയിലാവുമെന്നുള്ള ഭയം കാരണം അദ്ദേഹം വളരെ പേടിച്ചിട്ടാണ് കളിച്ചത്. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം നന്നായിട്ടൊന്നും സ്കോർ ചെയ്തില്ല. അതുപോലെ തന്നെ ടീം ഓപ്പണിംഗ് കോമ്പിനേഷൻ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു. 3-4 കളികളൊന്നും അദ്ദേഹത്തിന് ഈ ടൂർണമെൻറ്റിലെ 3-4 കളികളൊന്നും ഫസ്റ്റ് 3-4 കളികളൊന്നും അദ്ദേഹത്തിന് കളിക്കാനായിട്ട് പറ്റിയില്ല. പിന്നീട് അദ്ദേഹം ഒരു തിരിച്ചുവരവ് നടത്തി എന്ന് പറഞ്ഞാൽ അത് ക്രിക്കറ്റ് പ്രേമികൾ പോലും സ്വപ്നം കാണാത്ത, ഞാൻ പോലും വിചാരിച്ചില്ല അദ്ദേഹം ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. ആദ്യത്തെ കളിയിൽ ക്വാർട്ടർ ഫൈനൽ ഏകദേശം ഒരു നോക്കൗട്ട് ഗെയിം എന്ന് തന്നെ നമുക്ക് പറയാം വെസ്റ്റ് ഇൻഡീസിന്. അതിൽ അദ്ദേഹം നേടിയത് 97 റൺസ് നോട്ട് ഔട്ടാണ്. അത്രയും പ്രഷറായിട്ടുള്ള സിറ്റുവേഷനിൽ വിക്കറ്റുകൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം നേടിയ 97 റൺസ് എന്ന് പറയുന്നത് അത് സെഞ്ചുറിയേക്കാൾ ഒരു അപ്പുറമുള്ള ഒരു സ്കോർ തന്നെയായിരുന്നു. അതിനുശേഷം ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം 89 സ്കോർ ചെയ്തു. ഇപ്പോൾ ഇന്നലെ കളിച്ച ഫൈനലിൽ അദ്ദേഹം വീണ്ടും 89 സ്കോർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ടീം പ്ലെയറാണ്, ഒരിക്കലും ഒരു സെൽഫിഷ് പ്ലെയർ അല്ല. കാരണം ടീമിന് വേണ്ടിയാണ് അദ്ദേഹം പലപ്പോഴും കളിക്കുന്നത്. തൻ്റെ ഇൻഡിവിജ്വൽ നേട്ടങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരിക്കലും കളിച്ചിരുന്നില്ല. ഇന്നത്തെ കളി തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മിനിങ്ങാത്ത കളി തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, അദ്ദേഹത്തിന് വേണമെങ്കിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം, ഈസി ആയിട്ട് 100 അടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം എപ്പോഴും ബിഗ് ഷോട്ടിന് പോയി. എന്തുകൊണ്ടാണ്? ടീമിൻ്റെ സ്കോർ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു തലം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും സെൽഫ്ലെസ് ആയിട്ടുള്ള പ്ലെയറിനെയാണ് BCCI എത്രയോ കാലങ്ങളായിട്ട് തഴയുന്നത്, അവഗണിക്കപ്പെടുന്നത് നമുക്കറിയാം. അപ്പോൾ സ്ഥിതിഗതികൾ മാറിയത് ഗൗതം ഗംഭീർ ഇന്ത്യയുടെ കോച്ചായതിനു ശേഷമാണ്. കാരണം ഗൗതം ഗംഭീർ എപ്പോഴും സഞ്ജു സാംസനെ പ്രശംസിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തിരുന്ന ഒരാളാണ്. സഞ്ജു സാംസന്റെ വലിയൊരു ഫാനായിരുന്നു ഗൗതം ഗംഭീർ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ഇതിൽ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് വിലയിരുത്തിയത് സഞ്ജു സാംസൺ 2019, 2020 അദ്ദേഹം ഇട്ട ട്വീറ്റ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പോൾ അദ്ദേഹം ടീമിലേക്ക് വന്നതിന് ശേഷമാണ് സഞ്ജുവിന് കോൺഫിഡൻസ് കിട്ടിയത്. അദ്ദേഹത്തെ നന്നായിട്ട് തന്നെ സഞ്ജു സാംസൺ നന്നായിട്ട് തന്നെ ബാക്ക് ചെയ്തു, നന്നായിട്ട് കളിക്കാനായിട്ട് പ്രചോദനം കൊടുത്തു. നീ എത്ര കളി ഡക്കായാലും നിന്റെ വീണ്ടും ഞാൻ കളിപ്പിക്കും എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് വീണ്ടും കോൺഫിഡൻസ് കൂട്ടാനായിട്ട് സഹായിച്ചു. അങ്ങനെയാണ് സഞ്ജു സാംസൺ ഇന്ന് നമ്മൾ ഈ കാണുന്ന മാച്ച് വിന്നിംഗ് പെർഫോമൻസിലൂടെ ന്യൂസിലൻഡിനെതിരെ കളിച്ച് നമുക്കൊരു T20 വേൾഡ് കപ്പ് നേരിടുന്ന പെർഫോമൻസിലേക്ക് വന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മറ്റാരുമല്ല, ആരാണ്? നമ്മുടെ ഗൗതം ഗംഭീറാണ്. ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും സഞ്ജുവിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ ഫലമായാണ് അദ്ദേഹം വീണ്ടും ടീമിലേക്ക് വരികയും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് മലയാളികൾക്ക് ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു ഇന്നലെ, ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസിന് സന്തോഷമുള്ള ദിവസമാണ് ഇന്നലെ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ക്രിക്കറ്റ് സ്വപ്നം കാണുന്ന, അല്ലെങ്കിൽ ക്രിക്കറ്റിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു പ്രചോദനമാകുന്ന ഒരു താരം തന്നെയാണ് സഞ്ജു സാംസൺ. ഇന്നലെ സഞ്ജു സാംസൺ കളിച്ച കളി, അല്ലെങ്കിൽ ഈ ടൂർണമെൻറ്റിലൂടെ ഉടനീളം സഞ്ജു സാംസൺ കളിച്ച കളി എന്ന് പറയുന്നത് തന്നെ അവഗണിച്ച തഴഞ്ഞ ആളുകൾക്ക് നേരെയുള്ള ഒരു പ്രതിഷേധമാണ്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ 5 കളികളിൽ 3 സെഞ്ചുറിയുള്ള ഒരു താരമാണ് സഞ്ജു സാംസൺ. അപ്പോൾ തന്നെ നമുക്ക് അറിയാം അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് എത്രത്തോളമാണെന്ന്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ഈ ഒരു രീതിയിൽ കളിക്കാനായിട്ട് കഴിയട്ടെ, പല റെക്കോർഡുകളും വീഴ്ത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ പരമാവധി ആൾക്ക് ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.